ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. വീട്ടിൽ കറുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു തോന്നൽ സ്നാക്കാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി 4 ബ്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കറുത്ത പഴം, വീട്ടിൽ കറുത്ത പഴം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ വാട്ടിയാലോ പുഴുങ്ങിയാലോ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, കറുത്ത് പോയാൽ, ഇങ്ങനെ പഴുത്ത് പോയാൽ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഒരു ഐഡിയാപരമായി എന്തെങ്കിലും സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ 2 അറ്റം നന്നായി ഇങ്ങനെ അളിഞ്ഞ് നിൽക്കണം, അവിടെ നിന്ന് മുറിച്ചൊഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണേ. 4 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ആദ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം 4 ബ്രെഡ് ഈ പഴമെടുത്തങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനി എന്ത് ചേർക്കണം എന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ അല്ല. ഞാൻ അത് കുറച്ച് തേങ്ങാപ്പാലിൽ അരച്ചാൽ അങ്ങനെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതേ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഈ പഴവും നമുക്ക് മുറിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടോ എന്നും അറിയില്ല കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പിന്നെ പഴത്തിലും മധുരം ഉണ്ടാവും, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതേ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആദ്യം അരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിക്കണം. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. കുറച്ച് പിന്നെ ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് തിക്കാക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ട് വേണം നമുക്കിത് മാവ് ആക്കിയെടുക്കാൻ. നമുക്ക് ഒരു തവ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒന്നും കൂടി തിക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് റവ, അതായത് സൂചി കേട്ടോ, റവ പിന്നെ 1-2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കണം കേട്ടോ. നമുക്കൊരു അരമണിക്കൂറോളം ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരമണിക്കൂറായി പോയത് കേട്ടോ. ഞാൻ അതുകൊണ്ടാണോ ടേസ്റ്റ് വന്നൊന്നും അറിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ. അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പരട്ടി കൊടുക്കാൻ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷമാണ് നമ്മളിത് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നാവുമൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ 2 ബ്രെഡൊക്കെ മാത്രം എടുത്തത്. ബാക്കി തേങ്ങാപ്പാലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ മുഴുവൻ വെച്ച് കുറച്ചും കൂടി ബ്രെഡൊക്കെ എടുത്ത് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ആദ്യം കുറച്ചങ്ങ് എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മേലെ ഇത്തിരി ടൂട്ടി ഫ്രൂട്ടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അത്രയൊക്കെ സമയം ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം വെറുതെയൊക്കെ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.